ഒരു കാറ്, ഇന്ത്യൻ റോഡുകൾ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന കാറ്, പോലീസും മന്ത്രിമാരും IAS യാത്ര ചെയ്തിരുന്ന കാറ്. ദ കാർ ദാറ്റ് റൂൾഡ് ഇന്ത്യ, നോട്ട് വിത്ത് സ്പീഡ് ബട്ട് വിത്ത് പവർ. 1957 ഇന്ത്യൻ റോഡ്സിൽ കാൽ വെച്ച് വലത് ടയർ വെച്ചിറങ്ങി. ഇത് മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 ഇന്ത്യൻ ട്വിൻ. 1.5 ലിറ്റർ BMC പെട്രോൾ എഞ്ചിൻ, 55 ഹോഴ്സ് പവർ, മികച്ച സസ്പെൻഷൻ, ശാന്തമായ റൈഡ്. അക്കാലത്ത് റോൾസ് റോയ്സ് ആണെന്ന് പറയാം. അംബാസഡർ കണ്ടിട്ടാണ് പലരും കാർ എന്താന്ന് പഠിച്ചത്. (1962) ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് Mark II അവതരിപ്പിച്ചു. സെയിം എഞ്ചിൻ ബട്ട് വിത്ത് ന്യൂ ക്രോം ഗ്രിൽ, ഇംപ്രൂവ്ഡ് സ്റ്റിയറിംഗ് ആൻഡ് ഇന്റീരിയർ കംഫോർട്ട്സ്. Mark II മെയിൻലി ഉപയോഗിച്ചത് ബിഗ് ഷോട്ട് ഓഫീസേഴ്സ്, IGP, ഡിസ്ട്രിക്ട് കളക്ടർ ഇവരൊക്കെയാണ്. ചില സിനിമകളിലെ വില്ലന്മാരുടെ എൻട്രിയും അംബാസഡർ തന്നെയായിരുന്നു. 1975 എമർജൻസി കാലഘട്ടം. Mark III ഇന്ത്യൻ റോഡ്സിൽ പുതിയ മുഖത്തോടെ. ഫ്രണ്ട് ഗ്രിൽ പുതിയതായി, ഇന്റീരിയർ കോമ്പാക്റ്റ് ആയി, പക്ഷേ എൻജിൻ അവിടെ യാതൊരു മാറ്റമില്ല. അംബാസഡർ Mark IV 1979 പുറത്തിറങ്ങി. കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന മോഡൽ. പുത്തൻ രൂപം, സ്ക്വയർ ഇൻഡിക്കേറ്റേഴ്സ്, സ്ട്രോങ്ങർ സ്റ്റീൽ ബോഡി. ആദ്യമായി ഡീസൽ എഞ്ചിൻ വന്ന് 1.5 ലിറ്റർ ഡീസൽ, 37 ഹോഴ്സ് പവർ, ലോ പവർ ബട്ട് ഹൈ മൈലേജ്. അതുകൊണ്ട് ടാക്സിക്കാരുടെ ഹൃദയം കവർന്നു. 1990 economic liberalization. India saw foreign cars, but Hindustan Motors countered with Ambassador Nova. Better dashboard, smooth Isuzu engine, 1.8 liter petrol and diesel options. Petrol produced 75 horsepower. Finally, some pull. Marumugham, Maruti 800 already ruled the cities. Nova couldn't chase the wave. 2004, last try. Hindustan Motor introduced Avigo, retro style round lights, new meters, beige interiors. Engine 1.8 liter Isuzu petrol again. Ride was smoother this time. But car already looked like a museum piece. Accent, Indigo, Honda City ഇവരുമായി പോരാടി ജയിക്കാൻ സാധിച്ചില്ല. 2014 പ്രൊഡക്ഷൻ നിർത്തി. അംബാസഡർ പടി ഇറങ്ങി. ദ കാർ ദാറ്റ് സെർവ്ഡ് ഇന്ത്യ ഫോർ 57 years. Ambassador never chased speed. It carried respect. It wasn't just a car. It was India on wheels.